കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദരിദ്ര ബ്രാഹ്മണൻ, അത് അണ്ടർലൈൻ ചെയ്യണം ആ വാക്ക്, ഒരു ദരിദ്ര ബ്രാഹ്മണൻ എങ്ങനെയാണ് ഇത്തരം വലിയ തത്വങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്? എങ്ങനെയാണ് ഒരു മാസ്റ്റർ മഹാശയൻ്റെ തോന്നലാണ്, അന്നത്തെ തോന്നൽ. ഇത് അന്നത്തെ തോന്നലായിട്ട് ഇത് അന്ന് സ്റ്റാർട്ട് ചെയ്യുക. മാസ്റ്റർ മഹാശയനിലേക്ക് പരിവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. അതിൻ്റെ ഒരു ഇതായിട്ടാണ് പറയുന്നത്. അപ്പം അന്ന് മാസ്റ്റർ മഹാശയന് തോന്നി ഈ കണ്ടപ്പോൾ ദരിദ്ര ബ്രാഹ്മണനാണ്. ഈ ദരിദ്ര ബ്രാഹ്മണന് എങ്ങനെയാണ് ഇത്തരം ഗംഭീര തത്വങ്ങളൊക്കെ അനുസന്ധാനം ചെയ്യാൻ കഴിയുന്നത്? കാരണം വായിച്ചാലേ വിവരം ഉണ്ടാകൂ, അല്ലെങ്കിൽ വായനയിലൂടെയാണ് എല്ലാം നേടുന്നതെന്നുള്ള ഒരു സോ കോൾഡ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രോഡക്റ്റാണ് മഹേന്ദ്രനാഥ ഗുപ്ത എന്ന മാസ്റ്റർ മഹാശയൻ. ആ ചിന്തയുമായി വന്ന ആളാണ് ചിന്തിക്കുന്നത് ഈ ദരിദ്ര ബ്രാഹ്മണനായ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്തരം തത്വങ്ങളൊക്കെ മനസ്സിലായത്, അല്ലെങ്കിൽ പറയാൻ പറ്റുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? ഇതൊക്കെ ലളിതമായി പറഞ്ഞു തരാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാനൊക്കും? ഇത് വീട്ടിൽ ഇരുന്ന് ചിന്തിക്കുന്നതാണ് അന്നത്തെ സമയത്ത്. രാപ്പകൽ ഇത് തന്നെയാണ് ആലോചന. ഇതായിരുന്നു മാസ്റ്റർ മഹാശയൻ്റെ സ്റ്റാർട്ടിങ്, തുടക്കം. പിന്നെന്ത് സംഭവിച്ചു? മാസ്റ്റർ മഹാശയൻ നേരെ അവിടെ ചെല്ലുന്നു. ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ ഭഗവാൻ പറഞ്ഞ ആ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ദേ പിന്നെയും വന്നു. അപ്പോൾ അതിന് കറുപ്പിൻ്റെ ലഹരി പിടിച്ചിട്ട് ഒരു മയിൽ പിന്നെയും വരുന്ന ഉദാഹരണമാണ് മാസ്റ്റർ മഹാശയനെക്കുറിച്ച് ഭഗവാൻ അന്ന് പറഞ്ഞത്. ആ ഇരിക്കുന്ന ആൾക്കാരോട്, യുവാക്കളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, നരേന്ദ്രൻ ഉൾപ്പെടെയുള്ള യുവസംഘങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ചുറ്റും ഇരിപ്പുണ്ട്. അപ്പം അവരോട് തമാശയായിട്ട് പറഞ്ഞു, ദേ വന്നു, കറുപ്പ് തിന്നാൻ മയിൽ വീണ്ടും വന്നു. ഈ മയിലിന് ഒരു ദിവസം കറുപ്പ് കൊടുത്താൽ പിന്നെ അതേ സമയം അതേ ദിവസം വീണ്ടും അടുത്ത ദിവസം അതേ സമയം മയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നും പറഞ്ഞ് കളിയാക്കി. അവിടെ ഇരിക്കുന്നവരൊക്കെ അന്ന് ചിരിച്ചു. അപ്പോൾ മാസ്റ്റർ യഥാർത്ഥത്തിൽ അന്ന് മാസ്റ്റർ വിചാരിച്ചത് ശരിയാണ്, രാപ്പകൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് എനിക്ക്. എപ്പോൾ കാണും ആരോ പിടിച്ചു വലിക്കുന്ന പോലെ ഇങ്ങനൊരു തോന്നൽ. അന്ന് എനിക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഇന്നലെ ഇദ്ദേഹത്തെ അല്ല, അതായത് ആദ്യ ദിവസം വന്നപ്പോൾ കണ്ട ആളെ അല്ല ഇപ്പോൾ കാണുന്നത്. ഇന്നലെ ഇവിടെ വന്ന് ആദ്യമായി വന്ന് കണ്ടപ്പോൾ, സമാധിയിൽ കണ്ടപ്പോൾ പ്രേമാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു രൂപമാണ് ഞാൻ കണ്ടത്. ഇപ്പം നോക്കുമ്പോഴോ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ആൾക്കൂട്ടത്തിലിരിക്കുന്നു. ഇദ്ദേഹം തന്നെയല്ലേ ആദ്യ ദിവസം എന്നെ ഉപദേശം തരും പോലെ ശകാരിച്ചയാൾ?